വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. വീക്കെൻഡായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പം എങ്ങോട്ടാ ഒന്ന് പോകുക എന്നുള്ള പ്ലാനായിട്ടായിരിക്കും ഇറങ്ങുന്നത്. ഇന്നും അതേപോലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ മാംഗോ ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നേരെ കോർണിഷിലോട്ട് പിടിച്ചു. ഞാൻ വന്ന സമയത്ത് കോർണിഷിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, വന്നിട്ട് കോർണിഷിലേ പോയില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ പ്ലാനൊക്കെ ചെയ്തിട്ട് ബ്രദർ വിളിച്ചപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം സൂക്കിലേക്കാന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് നല്ല ചൂടാണ് പുറത്ത്, ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ചൂടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതേ സ്പീഡിൽ തിരിച്ച് ഏതെങ്കിലും മുകളിൽ പോവാം എന്നുള്ള പ്ലാനിൽ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ സൂക്കിലോട്ട് പോവാണ്. അപ്പം കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലോട്ട് പോകുന്ന സ്ഥലത്ത് പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സൂക്കിൻ്റെ അവിടെ ഇതേപോലെ ക്യാമൽസിനെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നിന്ന് കാണാം. കുറച്ച് നേരം അമ്മുവിനെ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നേരെ സൂക്കിലോട്ട് പോയി. പറഞ്ഞ പോലെ തന്നെ പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു. പതിയെ പതിയെ ചൂട് കൂടി വന്നു. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി മാംഗോ ഫെസ്റ്റിവലാണ്. 27th ഞങ്ങൾ പോയ ദിവസം വ്യാഴാഴ്ചയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 6th വരെയാണുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെൻറ്റ് എയർ കണ്ടീഷനാണ്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, നമുക്ക് സുഖമായിട്ട് ആസ്വദിക്കാം എന്നുള്ള പ്ലാനിലകത്തേക്ക് കയറി. പക്ഷെ തുടങ്ങിയ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെയാണ് ഈ ഒരു മാംഗോ ഫെസ്റ്റിവലിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പോയത് വീക്കെൻഡിലും ആയിരുന്നു, മാത്രമല്ല തുടങ്ങിയ ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഒരു തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന്. കയറുന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു, പക്ഷെ ഉള്ളിൽ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ട്. കയറുമ്പോൾ ചെന്ന് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മാംഗോയുടെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. കുറേ സംഭവമുണ്ട്. മാംഗോയുടെ ജ്യൂസസ് ഉണ്ട്, ലസ്സി ഉണ്ട്, പിക്കിൾസ് ഉണ്ട്, പിന്നെ മാംഗോയുടെ ഐസ്ക്രീം, അങ്ങനെ പല 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 കൗണ്ടറാണ്. പിന്നെ നമുക്ക് മാംഗോ അവിടുന്ന് ബോക്സായിട്ടും അല്ലാതെയൊക്കെ മേടിക്കാൻ പറ്റും. പാകിസ്ഥാനിൽ തന്നെയുള്ള വെറൈറ്റി മാംഗോസ് അവിടെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ മേടിക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ കുറേ അവരുടെ വെറൈറ്റി സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഈ മാംഗോയുടെ ഫ്ലേവർ മാംഗോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്, ജ്യൂസായിട്ട് ഇഷ്ടമാണ്. അല്ലാതെ ഐസ്ക്രീമിനോടും അതിൻ്റെ സ്വീറ്റ്സിനോടും ഒന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇക്ക കയറിയിട്ട് വെറൈറ്റി ഐറ്റംസൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് ട്രൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ ഞാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഇക്ക ഒരു മാംഗോ ലസ്സി അവിടെ നിന്ന് മേടിച്ചു. അത് സംഭവം ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പുള്ളതുകൊണ്ട് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഇക്കാക്ക് തന്നെ കൊടുത്തു. പക്ഷെ സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം അതൊക്കെ മേടിച്ച് നമ്മൾ കുടിച്ചതിന് ശേഷം നമ്മൾ ഈ വെറൈറ്റി മാംഗോ ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് നടന്നു. അപ്പം മേടിക്കാനും ആഗ്രഹമുണ്ട്, പക്ഷേ അതിൽ ഏതാ നല്ലതെന്ന് അറിയില്ല. എല്ലാം കൂടി കാണുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷനാണ്. എന്നിട്ട് അവരവിടെ നിൽക്കുന്നവർക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മേടിക്കാനുള്ള ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുറേ നോക്കിയിട്ട് അതിലിഷ്ടപ്പെട്ട മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ മാങ്ങയും ഇങ്ങനെ ബോക്സിലായിട്ട് വെച്ചിട്ടുണ്ട്, അല്ലാതെയും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലും ഉണ്ട്. ചില മാംഗോ ഒക്കെ ബോക്സിൽ മാത്രമാണ് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്ന വഴിക്കൊക്കെ ഇതേപോലെ കുറേ ചെറിയ ചെറിയ സ്റ്റോളുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അതെല്ലാം മാംഗോയുടെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സുകളും ചാറ്റുകളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെൻറ്റിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചൂടിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമുക്ക് നല്ല ഒരു വൺ ടൈം നമുക്ക് പോയി കാണാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ബ്രദറൊക്കെ വരുന്നത് വരെ കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയുണ്ടായിരുന്നു. അവർക്കും വന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ടൈമിൽ ഇക്ക വീണ്ടും പോയി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ അമ്നു വഴക്കുണ്ടാക്കിയപ്പോൾ ഇത്തിരി അമ്നുവിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കണ്ടിട്ട് നേരെ അവിടുന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.